ട്രംപ് ജാനുവരി 22 അധികാരമേൽക്കുകയാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റികളും, നിങ്ങൾ ഈ വാർത്ത കേട്ട് കാണും, അവരുടെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ എത്രയും വേഗം തിരികെ വരണം. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് അമേരിക്കൻ മണ്ണിൽ വരാൻ കഴിയില്ല. കാരണം അവർ എല്ലാ കുട്ടികൾക്കും അവരും ഇമെയിലും എല്ലാ രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ്, കേംബ്രിഡ്ജ്, അങ്ങനെ പല പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റിയും അവരുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അതിൻ്റെ കാരണം ഇപ്പോൾ ക്രിസ്മസ് ആണ്, സെമസ്റ്റർ കഴിഞ്ഞ് വെക്കേഷൻ ടൈമാണ്. വലിയൊരു ശതമാനം സ്റ്റുഡൻസും അവരുടെ നാട്ടിലേക്ക് വിസിറ്റ് പോയിരിക്കുകയാണ്. ഈ സമയത്താണ് ഇങ്ങനൊരു മെമ്മോ ഈ സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നത്. എന്താ കാരണം? ബേസിക് റീസൺ എന്താ? നേരത്തെ ട്രംപ് വന്ന സമയത്ത്, അത് ഫസ്റ്റ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഏകദേശം 7ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ, ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അതിൻ്റെ അത് കയറ്റത്തില്ലെന്ന് പറഞ്ഞു അമേരിക്കയിലെ ക്യാമ്പസിൽ. പിന്നീട് അവർക്ക് അമേരിക്കൻ ക്യാമ്പസിൽ കയറാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഇപ്പോൾ അതിനെപ്പറ്റി വേറെ മറ്റ് വാഷിങ്ടൺ പോസ്റ്റ് വന്നു, മറ്റുള്ള പത്രങ്ങളെ എൻ്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്, ട്രംപ് അധികാരത്തിൽ കയറിയില്ല എന്ന് മാത്രമേ, ഇലക്ട് അമേരിക്കൻ പ്രസിഡൻ്റാണ്, പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കാരണം ഒഫീഷ്യൽസിനെ എടുത്തുകൊണ്ടിരിക്കുക. അതിലൊരു അമേരിക്കൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് ആൻറ്റി സെമിറ്റിക് പ്രൊട്ടസ്റ്റ് നടത്തിയത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ. കാരണം വലിയ ഇഷ്യൂ ആയിരുന്നു, ഗ്ലോബൽ ഇഷ്യൂ ആയിരുന്നു. അതേപോലെ തന്നെ അമേരിക്കൻ പതാക കത്തിച്ചവർ, അമേരിക്കൻ മണ്ണിൽ, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ പതാക കത്തിച്ചവർ ആരൊക്കെയാണ്, ഏതൊക്കെ അധ്യാപകരാണ് അതിന് സപ്പോർട്ട് ചെയ്തത്, അതായത് അവിടുത്തെ സീനിയറായിട്ടുള്ള ജൂനിയറായിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്, ആരൊക്കെയാണ് അതിന് ഫണ്ടിങ് കൊടുത്തത്. അതായത് പറയുന്നത് ഖത്തറിൻ്റെ ഗ്ലോബൽ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഫണ്ട് കിട്ടിയത് ഇത്രമാത്രം ഓർഗനൈസ് ചെയ്യാൻ. ആരൊക്കെയാണ് അമേരിക്കയ്ക്കെതിരെ ആൻറ്റി ഇസ്രായേൽ പ്രൊട്ടസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും നിലനിൽക്കുന്ന, അമേരിക്കയിലാണെങ്കിലും പുറത്താണെങ്കിലും ആരൊക്കെയാണ് ഇത് വലിയ പ്രശ്നമാക്കി കൊണ്ടുവന്ന് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആക്കി മാറ്റി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഡീറെയിൽ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതിനെപ്പറ്റിയൊക്കെ റിപ്പോർട്ട് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇൻ്റലിജൻസ് ആണ്, CIA ആണെങ്കിലും മറ്റു പലയിടത്തും ആൾക്കാരെ എടുത്തു കഴിഞ്ഞു. ഇവരോടൊക്കെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എത്രയും വേഗം കൊണ്ടുവരണം. അതായത് ട്രംപ് നല്ല കലിപ്പിലാണ്. ഒരു കാരണവശാലും ഇതിനോട് അയാൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അയാളെ കൂടെ കഴിയത്തില്ല. ഒന്നാമത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയിലെ അതിശക്തമായ കമ്മ്യൂണിറ്റിയാണ് അമേരിക്കൻ ജൂയിഷ് കമ്മ്യൂണിറ്റി. കാരണം അവരുടെ ഫണ്ടിങ്ങും അതേപോലെ അവരുടെ വോട്ടും കൊണ്ടൊക്കെയാണ് ട്രംപ് അധികാരത്തിൽ വരും. കാരണം ആദ്യത്തെ സൂചന ട്രംപ് കൊടുത്തത്, ഈ ഇസ്രായേലിലെ അംബാസഡറായിട്ട് ആരെയാണ് നിയമിച്ചത്, മിഡിൽ ഈസ്റ്റ് ഏഷ്യ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആരാണ് പോയത്, ഇതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ട്രംപിനും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് അങ്ങോട്ട് അയാൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് പിക്ചർ വളരെ ക്ലിയറാണ്. ട്രംപ് വന്നാൽ ആക്ഷൻ എടുക്കും. അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് അമേരിക്കയിലുള്ള കുട്ടികളാണെങ്കിൽ പോലും, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അമേരിക്കൻ നയ സമീപനങ്ങൾക്ക് എതിരായി ആ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചത്, ഏതൊക്കെ കുട്ടികളാണ്, അധ്യാപകരാണ്, ഫാക്കൽറ്റി മെമ്പേഴ്സാണ് അവർ അമേരിക്കൻ നയങ്ങൾക്ക് ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്, അതായത് അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്, ഫെഡറൽ ഗവൺമെൻറ് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആകുന്ന, കാരണം അതാണ് ഇവിടെ ഫെഡറൽ ഗവൺമെൻറ് പറയുന്നത്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പോലെ. ഇവർക്കൊക്കെ അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ട്. ആ ഫണ്ടിങ് കട്ട് ചെയ്യുന്നയാൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇല്ലാതാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളും അതിന് ഫണ്ടിങ് പ്രശ്നമാകും.
ഇതാണ് യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ ഭയന്നിരിക്കുക. കാരണം ഈ ഒരു സമയത്ത് യൂണിവേഴ്സിറ്റികൾ ഈ കുട്ടികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ന്യൂയോർക്ക് ആണെങ്കിലും മറ്റ് പല സിറ്റികളിലും ഈ കുട്ടികൾ അവിടുത്തെ ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നമുണ്ടായി. അമേരിക്കൻ പതാക പരസ്യമായിട്ട് ക്യാമ്പസിലിട്ട് കത്തിച്ചു. ഇതിന് ശേഷമാണ് അന്ന് ട്രംപ് അതിശക്തമായ രീതിയിലാണ് പ്രതികരിച്ചത്. പക്ഷെ അതിനെ ഇപ്പോഴിരിക്കുന്ന ബൈഡൻ ആണെങ്കിലും തോറ്റുപോയ കമലയാണെങ്കിലും അതിനെ വലിയ കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ അമേരിക്കൻ ജനതയ്ക്ക് അത് വലിയ ഇഷ്യൂ ആയി. കാരണം അമേരിക്കയിൽ പഠിക്കാൻ വരുന്നു, അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്നും അവർ പഠിച്ചിട്ട് പോകുന്നു, പല രീതിയിൽ അവിടെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു, പുറത്തോട്ട് പോകുന്നു. ആ വന്ന സ്റ്റുഡൻസ് അമേരിക്കൻ ലോയും അവിടുത്തെ ലോയോട് അത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അമേരിക്കയുടെ ഒരു ഗ്ലോബൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇസ്രായേലുമായിട്ടുള്ള. അതിനെതിരായിട്ട് അവിടെ ആൻറ്റി സെമിറ്റിക് മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതായത് ഇസ്രായേലി പല സ്കൂളുകളുണ്ട് ജൂയിഷൊക്കെ പഠിപ്പിക്കുന്നത്. ആ സ്കൂളുകൾ വരെ ഇതേ സ്റ്റുഡൻസ് കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. കൊച്ചു കുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ, അവിടുത്തെ ടീച്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ അവരെ തെരുവിൽ കൂടെ പോകുമ്പോൾ, യൂണിവേഴ്സിറ്റിയുടെ അടുത്തുകൂടെ പോകുമ്പോൾ അവരെ പോലും അവഹേളിക്കാനും അവരെ ഹാൻഡിൽ ചെയ്യാൻ, അതായത് അവർ ഉപദ്രവം ചെയ്യാനും ഇതേപോലെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും വന്നിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് അവർ ശ്രമിച്ചു. അതേപോലെ തന്നെ ഈ സ്റ്റുഡൻസ് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു, അവരെല്ലാം ഇസ്ലാമിലോട്ട് പോവുകയാണ് അഷാളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്, അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അതിനെതിരെ വലിയ നടപടിയൊന്നും എടുത്തില്ലെങ്കിലും വരാൻ പോകുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ കൃത്യമായ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഉറപ്പായി. ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് എത്ര ബാധിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്നും പോയിരിക്കുന്ന മുസ്ലിങ്ങളായ സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഈ പ്രൊട്ടസ്റ്റ് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബാൻ വരും. കാരണം അമേരിക്ക നിങ്ങളെ കേട്ടത്തില്ല. കാരണം ഇനി നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെയും അദ്ദേഹം അധികാരത്തിൽ കയറിയില്ല. പക്ഷേ എയർപോർട്ടിൽ നിങ്ങളെ അവിടുത്തെ അമേരിക്കൻ ഇമിഗ്രേഷൻ, കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവരിൽ പെട്ടെന്ന് സ്കാൻ ചെയ്ത് കിട്ടും, നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് പറയുന്നത് മലയാളികളായ കുട്ടികൾക്ക് വേണ്ടി അറിയാൻ വേണ്ടിയാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നിങ്ങളെ തിരിച്ചയക്കും. അതായത് മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് പോയി പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും അവരുടെ ജിയോ പൊളിറ്റിക്സും അവരുടെ പൊളിറ്റിക്കൽ സംഭവങ്ങളും ഒക്കെ ഇതിൻ്റെ അത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. കാരണം ഞാൻ USA ടുഡേക്കകത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹ്യൂജ് ഒരു ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും ഈ പറയുന്ന TSAക്ക് പാസ് ചെയ്യുക, എയർപോർട്ടുകളിലും മറ്റുള്ള എവിടെയാണ് അവിടെ പോയി ടച്ച് ചെയ്യുന്ന അവിടെ എല്ലാം പാസ് ചെയ്യും. അതായത് ഈ സ്റ്റുഡൻസിനെതിരെ അവരെ തിരിച്ചയക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. മറ്റൊരു കാര്യം പറയാൻ പോകുന്നത്, ഈ ട്രംപ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി, അവരുടെ ലീഡേഴ്സ് ആണെങ്കിലും അവരുടെ പാർട്ടി വർക്കേഴ്സും ഇവരൊക്കെ അമേരിക്കൻ ലവും അഫെക്ഷനുമായിട്ട് നടക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ലിബറൽ, ഈ പറയുന്ന സെക്യുലർ, ഈ പറയുന്ന എല്ലാവരെയും കൂടി ഒരുമിച്ച് പോവുക എന്നൊരു ആശയമെന്ന് പറയുന്നത്, അതിനെ ഇസ്ലാമിക പ്രീണനം ഇവർക്കില്ല. ഒരു കാര്യത്തിൽ വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇപ്രാവശ്യം അവിടെ അത്രയും ഗെയിൻ ചെയ്യാൻ സാധിച്ചത്. കാരണം ഇവർക്കങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോടും പ്രത്യേകിച്ച് പ്രീണനമൊന്നുമില്ല. ബേസിക്കലി ഒരു വലിയൊരു ശതമാനം ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ആ വിശ്വാസത്തിലുള്ളവരും പിന്നെ കാത്തലിക്സുമാണ്. പക്ഷേ ഇവർക്ക് അൾട്ടിമേറ്റ്ലി ഈ മൈറ്റി അമേരിക്കൻ, അതായത് ഗോഡ് ബ്ലസ് അമേരിക്ക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്ലോഗൻ. അത് ആലോചിച്ചോണം. കാരണം അമേരിക്കക്കാരുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ പോയും കണ്ടും മനസ്സിലാക്കിയൊരു സംഭവമാണ്, അവനവൻ്റെ രാജ്യത്തെ വിട്ട് പരിപാടിയൊന്നുമില്ല. അവിടെ സിറ്റിസണായിട്ടുള്ള ഇന്ത്യക്കാരാണെങ്കിലും മലയാളികൾക്കാണെങ്കിലും അവരുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ സ്റ്റേറ്റ് തന്നെയാണ്. പിന്നെ പല ഇന്ത്യക്കാർക്കും ഇന്ത്യയോടുള്ള സ്നേഹം, നേറ്റിവിറ്റിയുള്ള സ്നേഹം ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ രാജ്യത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ കയറി പിടിക്കും. അതിൻ്റെ അത് കാരണം അവൻ്റെ ജിയോ പൊളിറ്റിക്സും അവന് എല്ലാ പ്രാധാന്യമുണ്ട് ഗ്ലോബലായിട്ട്. അമേരിക്ക അത്ര വലിയ സൂപ്പർ പവറാണ്. അപ്പോൾ ആ പ്രാധാന്യമായിട്ട്, അതേപോലെ തന്നെ ഇസ്രായേലി കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള അവൻ്റെ ബന്ധം മനസ്സിലാക്കുക. ഇസ്രായേലിന് വേദനിക്കുന്ന ഒരു കാര്യവും ബേസിക്കലി അമേരിക്ക എടുക്കാറില്ല. കാരണം ഇസ്രായേലിനെ
അമേരിക്ക കണ്ടിരിക്കുന്നത് അവരുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ഇടപെടുന്നതും. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും വലിയ സ്ട്രെങ്തൻഡ് ചെയ്യാനുണ്ടായ കാരണം. അതേപോലെ തന്നെ അമേരിക്കയിലുള്ള ഇസ്രായേലി ജൂയിഷ് കമ്മ്യൂണിറ്റി ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. കാരണം ഗ്ലോബലായിട്ടും അമേരിക്കയിലുള്ള ബിസിനസ്സിൻ്റെ ഈ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് ഇവർ തന്നെയാണ്. കാരണം ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം അമേരിക്ക നിങ്ങൾക്കറിയാം ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനാൻസും എക്കോണമിയും ഒക്കെ ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അമേരിക്കൻ ബിസിനസ്സിനെ ഗ്ലോബലായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വലിയൊരു പ്രാധാന്യം ഈ കമ്മ്യൂണിറ്റിക്കാണ് ഉള്ളത്. കാരണം അവർക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വലിയ ശക്തമായ ബന്ധമാണ്. കാരണം അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം തീരുമാനമെടുക്കാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും നിൽക്കുകയില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പറയുന്ന കണ്ടീഷണൽ സപ്പോർട്ട് അതായത് ഇസ്രായേലിന് കൊടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ബൈഡൻ തോൽക്കാൻ വലിയൊരു കാരണമായെന്നും അത് ബൈഡനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഡെമോക്രാറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക്, അതായത് അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധമാണ് ഇത് കാണിക്കുന്നത്. ഇതനുസരിച്ചാണ് അവിടെ എന്തെങ്കിലും ആൻറ്റി ഇസ്രായേൽ ഡെമോൺസ്ട്രേഷനോ പ്രൊട്ടസ്റ്റോ ഒക്കെ നടത്തുമ്പോൾ സൂക്ഷിച്ച് പോയിക്കോണം. കാരണം ഒരു കാരണവശാലും അമേരിക്ക അത് ഒരു വിധത്തിലും ടോളറേറ്റ് ചെയ്തില്ല. കാരണം ശക്തമായ നടപടിയെടുക്കും അവർ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റികൾ ഭയന്നിരിക്കുന്നത്. കാരണം ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഗ്രാൻഡ് ഫെഡറൽ ഗവൺമെൻറ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികൾ നാളെ നിലനിൽക്കുന്ന കാര്യം പോലും സംശയമായിട്ട് വരും. കാരണം ഫീസാണെങ്കിലും സ്ട്രക്ചറാണെങ്കിലും ഫെഡറൽ ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫെഡറൽ ഗവൺമെൻറ് ഈ വരുന്ന ഫോറിൻ സ്റ്റുഡൻസിനും ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് കളയുന്നതാണ്. ഇതൊക്കെ ചെയ്ത പല യൂണിവേഴ്സിറ്റി, ഇവരെ സപ്പോർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി, അമേരിക്കൻ പതാക കത്തിച്ച യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ആൻറ്റി സെമറ്റിക് പ്രൊട്ടസ്റ്റ് നടത്തിയ യൂണിവേഴ്സിറ്റികൾ, ഇതിനെയൊക്കെ ട്രംപ് പാഠം പഠിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ പ്രതിഫലനമാണ് ഇതേപോലുള്ള വാർത്തകൾ വരുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവരവരുടെ രീതിയിൽ അവരൊരു രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ അവർ പഠിക്കുക, തിരിച്ചു വരിക. അല്ലാതെ അവരുടെ പൊളിറ്റിക്സിലോ കൈകടത്താൻ പോയാൽ ഒരു കാരണവശാലും ഇതേപോലെയുള്ള രാജ്യങ്ങൾ നിങ്ങളെ ടോളറേറ്റ് ചെയ്യില്ല. ഇത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്.